ഒരു സങ്കട സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാൽ വഞ്ചിക്കപ്പെടുമ്പോഴോ അതുമല്ല വേദന തോന്നുമ്പോഴോ ഒക്കെ കരയാറുണ്ടോ നിങ്ങൾ? സിനിമാ ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ കരയാത്ത മനുഷ്യരുണ്ടോ? ഉള്ളൊരുക്കി കരയുന്നത് ഒരല്പം ആശ്വാസം തരുമെന്ന കാര്യമാണെന്ന് അനുഭവത്തിലൂടെ നമുക്കറിയാം. എന്നാൽ വിഷമം തോന്നുമ്പോൾ മനുഷ്യൻ എന്തുകൊണ്ടാണ് കണ്ണീരൊഴുക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റ് ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൊട്ടിക്കരച്ചിലുകളിലൂടെയും വിതുമ്പലിലൂടെയും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ സവിശേഷമായ ഈ കഴിവ് വെറും ഒരു ഭാവപ്രകടനം മാത്രമല്ല, മറിച്ച് അതിനു പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. കരച്ചിലിൻ്റെ തുടക്കം തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തിലാണ്. പല ഭാഗങ്ങൾ ചേർന്നതാണ് ലിംബിക് സിസ്റ്റം. സ്നേഹം, സന്തോഷം, സങ്കടം, ഭയം തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നതും അനുഭവപ്പെടുന്നതും ഇവിടെയാണ്. സങ്കടമോ നിരാശയോ അനുഭവപ്പെടുമ്പോൾ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം സജീവമാകുകയും കണ്ണീർ ഉൽപ്പാദിപ്പിക്കാൻ കണ്ണീർ ഗ്രന്ഥികൾക്ക് സന്ദേശം നൽകുകയും ചെയ്യും. കടുത്ത വികാരങ്ങളോടുള്ള ശരീരത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ പ്രതികരണമാണിത്. തുടർന്ന് കൺപോളകളിലെ കണ്ണീർ നാളികൾ വഴി ഈ കണ്ണീർ പുറത്തേക്ക് ഒഴുകുന്നു. ഈ പ്രക്രിയ ഹൃദയമിടിപ്പ് കുറയ്ക്കാനും ശ്വാസോച്ഛ്വാസം സാവധാനത്തിലാക്കാനും സഹായിക്കാറുണ്ട്. കണ്ണിൽ എന്തെങ്കിലും കരട് പോകുമ്പോൾ അല്ലെങ്കിൽ ഉള്ളി അരിയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണീരല്ല നമ്മൾ സങ്കടപ്പെടുമ്പോൾ വരിക. വൈകാരികമായ ഈ കണ്ണീരിന് പ്രത്യേകതകളേറെയാണ്. കണ്ണീരിൽ ശരീരത്തിലെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്ന സ്ട്രെസ് ഹോർമോണുകളും മറ്റ് പ്രകൃതിദത്ത രാസവസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. കരയുന്നതിലൂടെ ശരീരത്തിൽ എൻഡോർഫിനുകളും ഓക്സിറ്റോസിനും ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ശരീരത്തിന് കടുത്ത ആശ്വാസം നൽകും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും സഹായിക്കുന്നതിനാൽ കണ്ണീര് ശരീരത്തിന് ഗുണം തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് കരച്ചിൽ പ്രവർത്തിക്കുന്നത്. കടുത്ത സങ്കടത്തിന് ശേഷം ആളുകൾക്ക് ശാന്തത അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. കരച്ചിൽ ശരീരത്തിൻ്റെ പാരാസിന്തറ്റിക് നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. ഇത് ശരീരത്തെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വിഷമങ്ങളിൽ നിന്ന് മുക്തമാക്കാനും സഹായിക്കുമെന്നാണ് ക്ലിനിക്കൽ ഓട്ടോമിക് റിസർച്ച് പോലുള്ള മേഖലകളിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. വൈകാരികമായ കണ്ണീരിലൂടെ ശരീരത്തിലെ അധിക സ്ട്രെസ് ഹോർമോണുകൾ പുറന്തള്ളപ്പെടും. പലരും കരഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ ശാന്തത അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ്. മനഃശാസ്ത്രപരമായി വിലയിരുത്തുകയാണെങ്കിൽ കരച്ചിൽ എന്നത് വികാരങ്ങളെ സ്വയം അംഗീകരിക്കുന്നതിന് തുല്യമാണ്. മോശം വാർത്തകൾ കേൾക്കുമ്പോഴോ തീവ്രമായ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലോ നമ്മൾ കരയുന്നത് വേദന ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള സഹതാപമോ ആശ്വാസമോ ആഗ്രഹിക്കുന്നുവെന്ന് സംവേദനം ചെയ്യുന്ന ഒരു സോഷ്യൽ സിഗ്നൽ കൂടിയാണിത്. സാമൂഹ്യ സാഹചര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് കരുതലുണ്ടാക്കാനും പരസ്പര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഈ കണ്ണീർ സഹായിക്കും. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കണ്ണീരൊഴുക്കുന്നത് മനസ്സിൻ്റെ ബലഹീനതയല്ല, മറിച്ച് ശരീരവും മനസ്സും സ്വയം സുഖപ്പെടുത്താൻ നടത്തുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. ചുരുക്കത്തിൽ വികാരങ്ങളെ ഉള്ളിലൊതുക്കാതെ കരച്ചിലൂടെ പുറത്തുവിടുന്നത് മാനസികാരോഗ്യത്തിന് ഏറെ നല്ലതാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കരച്ചിൽ എന്നത് മനുഷ്യൻ്റെ സ്വാഭാവികവും ആരോഗ്യകരമായ ഒരു വൈകാരിക പ്രതികരണമാണെങ്കിൽ കൂടിയും വ്യക്തമായ കാരണങ്ങളില്ലാതെ അടിക്കടി ഉണ്ടാകുന്ന കരച്ചിൽ ഗുരുതരമായ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണവുമാകാം. സങ്കടം വിട്ടുമാറാതെ നിൽക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് ആഴത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുടെ കൂടി സൂചനയാണ്. വിട്ടുമാറാത്ത സങ്കടം, നിരാശ എന്നിവയ്ക്കൊപ്പം അടിക്കടി കരയുന്നത് വിഷാദ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ഇത്തരം ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കരച്ചിൽ വരും. ഒരിക്കൽ തുടങ്ങിയാൽ അത് നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്യും. അമിതമായ മാനസിക സമ്മർദ്ദവും ഭയവും പരിഭ്രാന്തിയും കാരണം പലരിലും പ്രതികരണം എന്നോണം കരച്ചിൽ ഉണ്ടാകാറുണ്ട്. മുൻകാലങ്ങളിലുണ്ടായ മോശം അനുഭവങ്ങളോ പരിഹരിക്കപ്പെടാത്ത മാനസിക ആഘാതങ്ങളോ ഓർമ്മ വരുന്നത് വഴി പെട്ടെന്ന് കരച്ചിലുണ്ടാകുന്ന അവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD. തീവ്രമായ വൈകാരിക മാറ്റങ്ങളും ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയവും കാരണം ഇടയ്ക്കിടെ കരയുന്ന അവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത്തരക്കാരിലും ഈ പറഞ്ഞ അനുഭവം ഉണ്ടാകാം. പ്രിയപ്പെട്ടവരുടെ വേർപാട് സൃഷ്ടിക്കുന്ന തീരാ ദുഃഖവും ജീവിതത്തിലെ വലിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടും വിട്ടുമാറാത്ത കരച്ചിലിന് കാരണമാകാം. കാരണമില്ലാതെ അടിക്കടി കരച്ചിൽ വരിക, കരച്ചിൽ ദൈനംദിന ജീവിതത്തെ ബാധിക്കുക, ഉറക്കക്കുറവ് അനുഭവപ്പെടുക തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെ ഒരു വിദഗ്ധ സഹായം തേടുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കണ്ണീരൊഴുക്കുന്നത് ഒരു പരിധിവരെ ആശ്വാസമാണെങ്കിലും അത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നുവെങ്കിൽ എത്രയും വേഗം ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ സഹായം തേടേണ്ടതാണെന്ന് ഡോക്ടർമാരും വ്യക്തമാക്കുന്നു. കൃത്യമായ മാനസികാരോഗ്യ ചികിത്സയിലൂടെയും തെറാപ്പികളിലൂടെയും ഇതിൻ്റെ മൂലകാരണങ്ങൾ കണ്ടെത്താനും വികാരങ്ങളെ നിയന്ത്രിക്കാനും ജീവിതത്തിലേക്ക് തിരികെ വരാനും സാധിക്കും.